ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അല്പനേരം അങ്ങടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും ആലോചനകളും ഒക്കെയാണ് നമ്മളിന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്ക് പറഞ്ഞു വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. അപ്പം ഇത് വിശ്വാസം ഉണ്ടാകാൻ പെന്തിക്കോസ്താവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവത്തെ വിശ്വസിച്ചാൽ മതി. കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും എന്നും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം ആര് അതുപോലെ വിശ്വസിക്കുന്നോ അവരുടെ ജീവിതത്തിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണും. നമ്മൾ കുറച്ച് മുമ്പ് അത് കേട്ടു. ആ ദൈവം നല്ലവനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സംഖ്യാപുസ്തകത്തിനകത്ത് 21 അധ്യായം, സംഖ്യാപുസ്തകം 21, ബുക്ക് ഓഫ് നമ്പേഴ്സ് 21 അതിൻ്റെ 7-ാം വാക്യം. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ഈ 7-ാം വാക്യത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ജനം ദൈവം കൊടുത്ത അനുഗ്രഹത്തിൽ തൃപ്തിയില്ലാതെ അതിനെ പുച്ഛിച്ചിട്ട് അതിന് നേരെ പിറുപിറുത്തൊരനുഭവമാണ്. ആ പിറുപിറുത്ത അനുഭവത്തിലാണ് അഗ്നിസർപ്പങ്ങൾ അവിടേക്ക് കടന്നു വന്നതും അത് ആൾക്കാരെ കടിക്കാനിടയായതും അവരെ ജനം മരിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇതിൻ്റെ ഒരു പ്രീവിയസ് സംഭവമാണ് ഏദൻ തോട്ടത്തിലും നടന്നത്. അതായത് യഹോവയായ ദൈവം ആദമിനും ഹവ്വയ്ക്കും എല്ലാം കൊടുത്തു. അത് ഗ്രഹിക്കാതെ, അത് മനസ്സിലാക്കാതെ പിശാചിൻ്റെ വാക്കിന് പുറകെ പോയി. പിശാച് പറയുന്ന വാക്കിന് പുറകെ പോയി. അത് നിനക്കത് ദൈവം തന്നിട്ടില്ല, അതും കൂടെ നിനക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള ആലോചനയ്ക്ക് പുറകെ പോയതാണ് അവിടെ സർപ്പത്തിൻ്റെ കടിയേറ്റത്, അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ വചനം റിസീവ് ചെയ്തതും മരണത്തിലേക്ക് പോയതും ഒക്കെ നമുക്കറിയാം. എന്ന് പറയുന്ന പോലെ അതിന് ദൃഷ്ടാന്തം പോലെ തന്നെ നടക്കുന്ന വേറൊരു സംഭവമാണ് ഇവിടെ. അവർ ദൈവത്തിൻ്റെ പ്രൊവിഷനിൽ തൃപ്തിയില്ലാതെ അതിന് നേരെ പിറുപിറുക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണുന്നത്. അവരുടെ ജീവിതത്തിൽ സർപ്പം വന്നു, സർപ്പം കടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്, സർപ്പത്തെ മാറ്റിക്കളയുവാനായിട്ട് പ്രാർത്ഥിക്കുവാണ്. അപ്പം മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ 8-ാം വാക്യം. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇവിടെ ഇവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാ? സർപ്പങ്ങളെ മാറ്റിക്കളയാനായിട്ട്. അപ്പം നമ്മൾ പലപ്പോഴും നമുക്കൊന്നും ചെയ്യണ്ട, നമ്മുടെ ആ വിഷയങ്ങളെല്ലാം അങ്ങ് മാറ്റിക്കളയുക. ഇവിടെ കർത്താവ് ഇതിനെ ഓവർകമേഴ്സായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു പിക്ചർ നമ്മളൊന്ന് കാണണം. അതായത് ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് ദൈവം അയക്കുമ്പം അവിടെ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ആ കനാൻ ദേശം ചെന്ന് അവകാശമാക്കുക, ഞാൻ ശത്രുക്കളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്യും, പക്ഷെ നിങ്ങൾ വിശ്വാസത്താൽ കാലെടുത്ത് വെക്കുക. പലയിടത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. മോശയെടുത്ത് പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന വടിയൊന്ന് നീട്ട്. അപ്പോൾ ആ ചെറിയൊരു കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറായപ്പോഴാണ്, അതായത് ഈ ലിവർ ഉള്ള സൈക്കിള് ചവിട്ടുന്ന പോലെ നമുക്ക് ലിവറുള്ള സൈക്കിൾ ചവിട്ടുമ്പോഴത്തേന്ന് വെച്ചാൽ ഗിയറുള്ള സൈക്കിൾ ചവിട്ടുമ്പം, അതായത് ഈ സ്പോർട്സ് ബൈക്കൊക്കെ ചവിട്ടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർ വലിയ കയറ്റമൊക്കെ കയറുമ്പം അവർ ആ ഗിയർ മാറ്റിയിട്ടിട്ട് ചുമ്മാ ഇങ്ങനെ ചവിട്ടേ ഉള്ളൂ, പക്ഷെ ഗിയർ വർക്ക് ചെയ്തിട്ടാണ് ആ സൈക്കിള് നിഷ്പ്രയാസം കയറി പോകുന്ന പോലെ കാണാം. എന്ന് പറഞ്ഞതുപോലെ മോശയുടെ അടുത്ത് പോയിട്ട് 2 കൈയുടെയും ശക്തി കൊണ്ട് കടലിനെ മാറ്റാനൊന്നും പറഞ്ഞില്ല.
കയ്യിരിക്കണം വടിയെടുത്ത് നീട്ടാനേ പറഞ്ഞുള്ളൂ, അല്ലേ? അതുപോലെ ഇസ്രായേൽ മക്കളുടെ പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് വരുന്ന സമയത്ത് അവരോട് ചിറകെട്ടി വെള്ളം മാറ്റാനൊന്നും പറഞ്ഞില്ല. അവരോട് പറഞ്ഞത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കാലെടുത്ത് വെള്ളത്തിൽ വെക്കുക, അപ്പം യോർദാനിലെ വെള്ളം മുന്നോട്ട് പോകും. സെരുബാബേലിനോട് പറയുമ്പോൾ, സെരുബാബേലെ, നിന്റെ മുന്നിലുള്ള മഹാപർവ്വതം എവിടെ? അത് സമഭൂമിയായിത്തീരും. കൃപ നാർത്തുകൊണ്ട് ഞാൻ ആണിക്കല്ല് കയറ്റും എന്ന് പറയുന്ന അവിടെ കർത്താവ് നമ്മളോട് പറയുന്നത് ഒരു ചെറിയ കാര്യം ചെയ്യാനായിട്ട്, വളരെ ചെറിയൊരു കാര്യം. അതാ കർത്താവ് പറഞ്ഞത്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ നുകം ഏറ്റെടുത്തുകൊണ്ട് പഠിക്കുവീൻ. അത് ലഘുവാണ്, അത് മൃദുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അത് ലോകത്തിൻ്റെ നുകത്തെക്കാട്ടിലും. ഇപ്പം ലോകത്തിൻ്റെ പ്ലാൻ പ്രകാരമാണെങ്കിൽ മോശയും ഇസ്രായേൽ മക്കളും ചെങ്കടലിൻ്റെ കരയിൽ വരുമ്പം അവർ കല്ലുമൊക്കെ കെട്ടി, അവർ ചിറയൊക്കെ ഉണ്ടാക്കി കടലിനെ 2 സൈഡിലായിട്ട് വിഭാഗിച്ചിട്ട് അതിനെ നടുക്കൂടെ നടന്നു പോകണം. അപ്പം പക്ഷെങ്കിൽ അതാ ലോകത്തിൻ്റെ ചുമടെന്ന് പറയുന്നത്, അല്ലേ? അപ്പം അതിനൊരു രീതിയുണ്ട്. അതായത് കടലിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരു മാർഗമുണ്ടോ? ഇല്ല. കരിങ്കല്ല് കൊണ്ടൊരു ചിറയൊക്കെ കെട്ടി സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനകത്തോടെ നടന്നു പോകണം. അത് ലോകത്തിൻ്റേത്. ഇവിടെ ദൈവം പറയുന്ന പ്രവൃത്തി നമുക്ക് ലോകത്തിൻ്റെ പ്രവൃത്തിയായിട്ട് താരതമ്യം ചെയ്യാൻ പോലും കഴിയുകയില്ല, കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് കയ്യിലിരിക്കുന്ന വടിയെടുത്തൊന്ന് നീട്ട്. അപ്പം നമ്മൾ പലപ്പോഴും ഈ വടിയെടുത്തൊന്ന് നീട്ടാൻ പോലുമുള്ള ഒരു തയ്യാറാകുന്നില്ല. അതിന് പകരം നമ്മളാണെങ്കിൽ പലപ്പോഴും 5 കല്ലെടുത്ത് വെച്ച് നടക്കത്തില്ലെന്ന് പറയുന്ന ആൾക്കാരാണ് പലപ്പോഴും. പക്ഷേ ഇവിടെ പെട്ടകത്തിൻ്റെ കാര്യത്തിനകത്ത് ഇതിനകത്തും എല്ലാം, അതായത് ഞാൻ പറഞ്ഞില്ലേ, എരിഹോ മതിൽ വീഴുന്ന സംഭവം എടുത്ത് നോക്കിയാൽ, എരിഹോ മതിൽ വീഴുന്ന സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ മറ്റേ ബുൾഡോസർ പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇടിച്ചാൽ ഇതൊന്നും വീഴത്തില്ല, എത്ര കാലം എടുക്കും, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഇരിക്കുന്നത്. പക്ഷേ ദൈവം പറഞ്ഞെന്തുവാ? ചുറ്റും ഒന്ന് നടന്നിട്ട് ലാസ്റ്റ് 7-ാം ദിവസം നീ ആർത്തൊന്ന് വിളിക്കുക, ദൈവത്തെ ഒന്ന് സ്തുതിക്കുക, ആർത്ത് വിളിച്ച് ആരാധിക്കുക. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 തുലവും വളരെ കുറവാണ് ലോകത്തിൻ്റെ പ്രവൃത്തിയെക്കാട്ടിലും. പക്ഷെ നമ്മൾ വലിയ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാണ് പലപ്പോഴും. അതൊട്ട് മുഴുമിപ്പിക്കോ അതുമില്ല. പക്ഷെ ദൈവം പറയുന്ന ചെറിയൊരു കാര്യം ചെയ്യാൻ തയ്യാറല്ല. ഇത് നമുക്ക് ഇവരുടെ ഹാമാനല്ല, ഈ ഇസ്രായേലിലെ സിറിയയിലെ ജനറലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ കാര്യത്തിനകത്തുണ്ട്. അദ്ദേഹം ഇസ്രായേലിൽ വന്നതാ സൗഖ്യമാകാൻ വന്നപ്പം അവിടെ ചെന്നാൽ യോർദാനിലൊന്നും 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞപ്പം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സിമ്പിൾ. പുള്ളി അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാണ്, പക്ഷെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. അപ്പം ഒരു സഹോദരിയാണ് പറയുന്നത്, നയമാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നയമാൻ അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ആ സഹോദരി ചോദിക്കുവാണ്, വലിയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, ചെറിയൊരു കാര്യമല്ലേ പറഞ്ഞത്, ഒന്ന് ചെയ്തു നോക്കാത്തത്. പുള്ളിക്കാരൻ അതിനെക്കാട്ടി വലിയ, അതായത് അവിടുന്ന് ഇവിടെ വരെ വരാൻ റെഡിയാണ്. പക്ഷേ ഒരു 7 പ്രാവശ്യം ഒന്ന് ആ യോർദാനിൽ ആ പറയുന്ന ചെറിയൊരു കാര്യം, അത് ചിലപ്പം സ്വർഗത്തിൽ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേനുണ്ടല്ലോ, അത് മേക്ക് സെൻസ് ചെയ്യത്തില്ല ചിലപ്പോൾ. കാരണം ലോകത്തിൻ്റെ രീതിയിൽ മേക്ക് സെൻസ് ചെയ്യണം നിർബന്ധമില്ല. അപ്പം അത് നമുക്ക് പലതവണ കണ്ടിട്ടുണ്ട്. കർത്താവായ യേശു അടുക്കൽ ഒരിക്കൽ കർത്താവ് ചോദിച്ചു, നമുക്ക് ഈ ടാക്സ് കൊടുക്കണ്ടായോ എന്ന് ചോദിച്ചു പത്രോസിനോട്. അപ്പം ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ പോയി ഒരു കാര്യം ചെയ്യുക, എന്തേലും പോയി ചെറിയൊരു ജോലി ചെയ്തിട്ട് ഇച്ചിരി പൈസ ഉണ്ടാക്കാനല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, നീ അവിടെ പോയിട്ടൊരു മീനിനെ പിടിക്കുമ്പോൾ ആ മീനിൻ്റെ വയറ്റിലൊരു ദ്രഹ്മ കാണും, അതുകൊണ്ട് ടാക്സ് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ പ്രവൃത്തി ലോജിക്കില്ല, അത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. പക്ഷെങ്കിൽ അവിടെ ഒരു ചെറിയൊരു പ്രവൃത്തിയാണ്, അത് പക്ഷേ വളരെ ലഘുവായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, സിമ്പിളായിട്ടുള്ള പ്രവൃത്തിയാണ്. പക്ഷെ നമുക്കതിലും താല്പര്യം എന്തോന്നറിയാമോ? ഓക്കെ, പോയി എന്തെങ്കിലും അവിടെ നിന്ന് ഒരു കാര്യം ചെയ്യും, ചന്തയിൽ നിന്ന് ഒരു സാധനം എടുത്ത് ചുമടെടുത്ത് ഇപ്പുറത്ത് കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ 1/2 ദ്രഹ്മ കിട്ടുമായിരിക്കും, ഒരു പ്രാവശ്യം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ദ്രഹ്മയും കൂടെ കിട്ടുമായിരിക്കും. അപ്പോൾ പിന്നെ അത് നമുക്ക് മേക്ക് സെൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് ചെയ്യാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മേക്ക് സെൻസ് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യാതെ പോകുന്ന ഒരു അനുഭവമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്നറിയാമോ? ദൈവം പറയുന്നത് വളരെ
ഞാൻ ഒത്തിരി ഉദാഹരണങ്ങൾ ഞാൻ ബൈബിളിനകത്ത് തന്നെ ഉണ്ട്. അതായത് കാനാവിലെ കല്യാണം മറ്റൊരു ഉദാഹരണമാണ്. അവിടെ വീഞ്ഞു തീർന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും അടുത്തത് കുറച്ച് മുന്തിരിങ്ങ പറിച്ചുകൊണ്ട് പോവാ, അതെടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ആക്ടിവേറ്റ് ചെയ്ത് സ്പീഡിൽ നമുക്കതിനെ വീഞ്ഞാക്കാം. ഇതൊക്കെ നമ്മുടെ ചിന്താഗതി. പക്ഷെ അവിടെ പറയുന്നത് പുറത്തിരിക്കുന്ന പാത്രത്തിനകത്ത് കുറേ വെള്ളം നിറച്ചിട്ട് അത് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തപ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞായിട്ട് മാറി. ഇത് ലോജിക്കുണ്ടോ? ലോജിക്കില്ല. മേക്ക് സെൻസ് ചെയ്യത്തില്ല. പക്ഷെ കർത്താവ് യേശുക്രിസ്തുവിന് അമ്മയായ മറിയൊരു കാര്യം പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ അങ്ങ് ചെയ്യുക. അപ്പം വലിയ ചോദ്യമൊന്നും ചെയ്യാതെ, ഇത് മേക്ക് സെൻസ് ചെയ്യണമെന്നില്ല, നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന ആവണം നിർബന്ധമില്ല. നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ലോകത്തിൻ്റെ കാര്യമാണ്. അത് ഓൾറെഡി ആൾക്കാർ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹാർഡ് വർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് സ്വർഗത്തിലെ ദൈവം നമ്മളോട് വളരെ നിസ്സാരമായ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുമ്പം നമ്മൾ അത് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ, അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രവൃത്തി കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇപ്പം ഇവിടെ ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിച്ചത് എന്തോന്നറിയാമോ? ഈ പാമ്പിനെ എല്ലാം മാറ്റിക്കളയണം. പാമ്പിനെ എല്ലാം മാറ്റിക്കളഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നേരെയാവും. ഇതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ വിഷയം മാറ്റിക്കളഞ്ഞ, ഈ വിഷയം മാറ്റിക്കളഞ്ഞ, അത് മാറ്റിക്കളഞ്ഞ, ഇതാ അവർ പ്രാർത്ഥിച്ചത് അല്ലേ? ഞങ്ങൾ യഹോവയ്ക്ക് നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവര് സാധാരണഗതി നമ്മളെന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ മറുപടിയൊന്നും ലോജിക്കായിരിക്കത്തില്ല പലപ്പോഴും. പക്ഷെ അത് നമ്മൾ കേൾക്കാൻ തയ്യാറാകത്തില്ല. അതിന് വരെ നമ്മളെന്താ അറിയാമോ? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കമ്മിറ്റി കൂടിയിട്ട് കുറച്ച് നല്ല വടികളുണ്ടാക്കി ഈ സർപ്പത്തെ എല്ലാം കൂടെ തല്ലിക്കൊല്ലാം. ഇതൊക്കെ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് സർപ്പത്തെ തല്ലിക്കൊല്ലാനുള്ള ശക്തി തരും, സർപ്പത്തെ നമുക്ക് എല്ലാവർക്കും കൂടെ തല്ലിക്കൊല്ലാം. പക്ഷേ ഇവിടെ സർപ്പത്തെ നീക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ദൈവം പറയുന്നത്. ദൈവം വേറൊരു സിമ്പിളായിട്ട് നമ്മുടെ ലോജിക്കിന് നിരക്കാത്ത, നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു സൊല്യൂഷനാണ് ഇവിടെ പറയുന്നത് അല്ലേ? ആ സൊല്യൂഷൻ വേറൊന്നുമല്ല, ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ ഉയർത്തുക. എന്നിട്ട് ഈ കടി കൊണ്ടവനെല്ലാം എന്തോ നോക്കാൻ പറഞ്ഞേ. അപ്പം സർപ്പം അവിടെ ഉണ്ട്, സർപ്പം കടിക്കും. അതായത് സഭാപ്രസംഗിക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. അത് ബൈബിളിനകത്തുണ്ട് എന്നറിയാം. കാരണം ഈ സർപ്പം ഈ ഭൂമിയിലുണ്ട്, അവൻ്റെ ജോലി കടിക്കുക എന്നുള്ളതാണ്. അതവൻ ചെയ്യും. പക്ഷേങ്കിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ജീവിക്കുവാൻ ഉതകുന്ന ഒരു പ്രമാണമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മറ്റൊരു ഒരു രീതി ചിന്തിച്ചാൽ, എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് ഈ ഹാമാൻ രാജാവിനെ ഡിസീവ് ചെയ്ത് രാജാവിൻ്റെ മുദ്രമോതിരം വെച്ച് ഇസ്രായേൽ മക്കളെ മുഴുവനും കൊല്ലുവാനായിട്ടുള്ളൊരു പ്രമാണം ഉണ്ടാക്കി അവർക്കൊരു വിരോധന കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ ഇസ്രായേൽ മക്കളെ കൊല്ലുക എന്നുള്ളത് ഹാമാൻ്റെ ജോലിയാണ്, പക്ഷേ ജീവിക്കുക എന്നുള്ള ഇസ്രായേൽ മക്കളുടെ ജോലിയാണ്. അപ്പോൾ അവരെന്തോ ചെയ്തു? അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വേറൊരു ആലോചന പറഞ്ഞു കൊടുത്തു അല്ലേ? ആ ആലോചന പറഞ്ഞു കൊടുത്തപ്പോഴത്തേനും അവരെ തിരിച്ചു. ഇത് മാറിയോ? ഹാമാനെ തല്ലിക്കൊന്നോ ദൈവം? ഇല്ല, ഹാമാനെ തല്ലിക്കൊന്നില്ല. പക്ഷേ ഹാമാനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഇത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്നറിയാമോ? നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതായതുകൊണ്ട് അത് കേൾക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകില്ല. അതിന് പകരം നമുക്ക് നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നുക എന്നുള്ളതാണ് സാധാരണ നമ്മുടെ ജോലി. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? ഒരുപാട് കോൺസിക്വൻസസാണ്. ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ ഫിക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ, ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഈ മീൻ മുറിക്കാൻ അറിയാത്തവൻ മീൻ മുറിച്ചാൽ എങ്ങനെ ഇരിക്കും? മുഴുവൻ വല്ലാതെ ഈ കോഴിയെ നല്ല പ്രൊഫഷണലായിട്ട് കോഴിയൊക്കെ വെട്ടുന്നവനുണ്ട്. അവനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കറക്റ്റ്, ഞാൻ ഈ കുക്കിംഗ് ഷോ ഒക്കെ കാണുമുണ്ടല്ലോ, അവന് കറക്റ്റായിട്ട് അറിയാം എങ്ങനെയാണ് വെട്ടുന്നത്. ആ പീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ കോഴിയെ മുറിച്ചാലോ എല്ലിൻ്റെ അറ്റം കൂർത്തിരിക്കും. അത് കഴിക്കുന്നവൻ്റെ തൊണ്ടയ്ക്ക് ഒരു വല്ലാത്തൊരു പരുവമാക്കിയാണ് നമ്മൾ വെട്ടി നൂർക്കുന്നത്. ഒരു ലോജിക്കും ഇല്ലാതെ. പലപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്, മുഴുവൻ കൂർത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കും. അത് ഗുണം ചെയ്യുന്നതിന് പകരം കൂടുതലും എന്തോ ആയിരിക്കും സംഭവിക്കുമെന്നറിയാം, ദോഷം ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇത് നല്ലതുപോലെ ചെയ്യാൻ കഴിവുള്ള ഒരുവൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചാലോ
അവൻ നല്ല ദൈവിക ആലോചന പറഞ്ഞു തരും. ഒരു രീതി പറഞ്ഞാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ല എന്ന് പറയുന്ന നാട്ടിൽ പറയത്തില്ല, എന്ന് പറയുന്നത് പോലെ ദൈവം അതിനെ ഫിക്സ് ചെയ്ത് തരുന്ന ഒരു ദൈവമാണ്. പക്ഷെ അതിന് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഇവിടെ ദൈവം ഇവിടെ പറഞ്ഞപ്പോൾ അറിയാമോ, ഇവിടെ ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആ സർപ്പത്തെ നോക്കിയാൽ മതി. അതെന്തോ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായി പറയുന്നത്. അതായത് ഇപ്പം മറ്റേതാണെങ്കിൽ ഉണ്ടല്ലോ, വളരെ ഭയത്തോടു കൂടിയാണ് നടക്കുന്നത്. പാമ്പ് കടിക്കുമോ. ഇത് ഒരു രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം. അതായത് ഇവിടെ പാപം നമ്മുടെ ജീവിതത്തിൽ വരും, തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. എപ്പോഴാണ് അടി കിട്ടുന്നേ ഇങ്ങനെ ചിന്തിച്ച് നടക്കുക. നമ്മുടെ ലൈഫ് അതാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരു എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അത് ചെയ്തതുകൊണ്ടായിരിക്കും, ഇത് ചെയ്തുകൊണ്ടായിരിക്കും, ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ ദൈവം ഒത്ത നടുക്കത്തൊരു സൊല്യൂഷൻ നമ്മുടെ മുമ്പിൽ നിർത്തിവെച്ചിട്ടുണ്ട്. അത് ഒരു താമ്ര സർപ്പത്തെ അവിടെ ഒത്ത നടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാം, നീ കടി കൊള്ളുവോ, വരുന്ന വഴിക്ക് പാമ്പ് 10, 20, 30 തവണ കടിച്ചോട്ട്. നിന്റെ നോട്ടം താമസർപ്പത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചാൽ പാമ്പ് അവിടെ കടി കടിക്കും, പക്ഷെ നിന്റെ ജീവൻ പോകത്തില്ല, നീ ജീവിക്കും. ഇതാ പറയുന്നത്. പാമ്പിന്റെ ജോലി കടിക്കുക എന്നുള്ളതാ, നമ്മുടെ ജോലി ക്രിസ്തുവിലേക്ക് നോക്കുക എന്നുള്ളതാ, അല്ലേ? ഇത് തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിത് പുതിയ നിയമത്തിൽ നമ്മളോടുള്ള ബന്ധത്തിൽ എന്തോ ആയി സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലിരിക്കുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ 16-ാം വാക്യം നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് വായിക്കാറുള്ളതാണ്. നമുക്കിത് ചേർത്തൊന്ന് വായിച്ചു നോക്കാം. മോശ മരുഭൂമിയിൽ ഒരു താമ്ര സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും കർത്താവ് യേശു ക്രിസ്തുവിനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. നമ്മൾ ഈ വിശ്വസിക്കുക എന്ന് പറയുന്ന ആ വേർഡും പഴയ നിയമത്തിലെ ആ സംഭവവും കൂടെ ഒരുമിച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ ജീവിതയാത്രയിൽ അതായത് ഈ ലോകത്തിൽ സർപ്പമുണ്ട്, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ സാത്താനുണ്ട്. അവനെ നീക്കിക്കളയുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷെ അവനിവിടെ തന്നെ ഉണ്ട്, അവനെങ്ങും പോകുന്നില്ല. പക്ഷെങ്കിൽ അവൻ എത്ര കടിച്ചാലും നമ്മൾ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഈ കടിയൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ ജീവിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മളെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ പാമ്പ് കടിക്കുമോ എന്നുള്ള ഭാരത്തിൽ നടക്കേണ്ട ആവശ്യമില്ല. കർത്താവ് യേശുവിൽ തന്നെ ഫിക്സ് ചെയ്താൽ, അതായത് നമ്മൾ പ്രതിരോധ ത്തിനുള്ള മരുന്ന് ഓൾറെഡി കഴിച്ചിട്ട് ഇമ്മ്യൂണിറ്റി പ്രാപിച്ചിട്ട് നമ്മൾ ഏതൊരു അസുഖത്തിൻ്റെ ഇടയിൽ കൂടെയും കടന്നു പോകുന്നത് പോലെ. അതായത് നമുക്കൊരു ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ പോകുമ്പോൾ ഈ കവർ ഇട്ടിട്ട് പോകത്തില്ലേ, ഈ സീലൊക്കെ ഇട്ടിട്ട് പോകത്തില്ലേ, കവർ ചെയ്ത്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്കറിയാം, അതായത് നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഓവറോൾ ഇട്ടിട്ടുണ്ട്. ഈ അണുക്കളൊന്ന് അവിടൊക്കെ ആ മുറിയിൽ ഇഷ്ടംപോലെ അണുക്കളുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ദേഹത്ത് വരത്തില്ല. അതിൻ്റെ കാരണം എന്നാ, നമ്മളൊരു കണ്ടാമിനേഷൻ സൂട്ട് ഇട്ടിരിക്കുക അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന കണ്ണുകളെന്ന് പറയുന്നത് ഒരു കണ്ടാമിനേഷൻ സൂട്ട് പോലെ. പാമ്പ് കടന്ന് എത്ര കടിച്ചാലും ഇത് ബാധിക്കുന്നില്ല. കാരണം എൻ്റെ നോട്ടം ക്രിസ്തുവിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുവാണ്. ഇതാണ് താമ്രസർപ്പത്തിൻ്റെ ആ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിലേക്ക് തന്നെ നോക്കുക, ആ നോട്ടം അതിൽ നിന്ന് മാറ്റരുതെന്നുള്ള. യാക്കോബിൻ്റെ ലേഖനം 1:25 പറയുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 1:25, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, പുത്തൻ പ്രമാണം, അത് ക്രിസ്തുവാണ്, കർത്താവായ യേശു ക്രിസ്തു. അതിലേക്ക് ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടം അതിൽ നിന്ന് പിൻവലിക്കാതിരിക്കുന്നവനോ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇരിക്കുന്നവനോ അവനെന്തുവാ, അവൻ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ
ഭാഗ്യവാനാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാം നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ണ് കർത്താവ് എന്ന് പറയ്ക്കൽ. നമ്മൾ ആ പിക്ചർ ഒന്ന് കാണണം. അതായത് ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ പഴയ നിയമത്തിലെ ആ പിക്ചർ ഒന്ന് കാണണം. അതായത് അവിടെ ഇവിടെ എല്ലാം പാമ്പുകൾ കിടക്കുക, ഇത് കടിക്കും. പക്ഷേ എൻ്റെ നോട്ടം എനിക്ക് അതായത് കർത്താവിൽ നിന്ന് നോട്ടം മാറ്റിയ പാമ്പ് കടിച്ചാൽ ചത്തു. അപ്പം നമ്മളോട് പാമ്പിനെ തപ്പി നടക്കാൻ പറഞ്ഞിട്ടില്ല, പാമ്പിനെ നോക്കി സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞിട്ടില്ല. പാമ്പ് കടിക്കുന്ന ഇടം, അതായത് ചില ആൾക്കാരുണ്ട്, അതായത് അവിടെ ചവിട്ടാമോ, ഇവിടെ ചവിട്ടാമോ, അങ്ങോട്ട് പോകാമോ, ഇങ്ങോട്ട് പോകാമോ, അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ, ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇതിനകത്ത് ഒരു മനോഹാരിത കണ്ടത് ഞാൻ പറയട്ടെ. അതായത് ഒരു പാരലലുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞെന്നറിയാമോ, മേഘം പൊങ്ങും, മേഘം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം. മേഘം നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിൽക്കണം. ഇതാണ് ഇവരുടെ. അപ്പൊ ഇവരെങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി? ഇവരിങ്ങനെ മേഘത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അതായത് ഇവരുണ്ടല്ലോ, 1:30 പോകണോ, 2:30 പോകണോ, 3:30 പോകണോ, ഇതൊന്നും ഇവരുടെ തലയിൽ ഇതൊന്നുമില്ല. ഇവരുടെ അറിയാമോ, ഇങ്ങനെ മേഘത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. കർത്താവായ യേശുവിനെ കാണാൻ വന്ന വിദ്വാൻമാരുണ്ടല്ലോ, അവർ നോക്കുമ്പോണ്ടല്ലോ മേളിലൊരു നക്ഷത്രം കാണുക. അവർ ആ നക്ഷത്രം നോക്കി അങ്ങ് നടന്നാൽ മതി. അതായത് അവർ വഴി അന്വേഷിച്ച് ഭാരപ്പെടണ്ട, GPS ഇടണ്ട. അവരുടെ GPS മുകളിൽ തന്നെ ഉണ്ട് അല്ലേ? ഫസ്റ്റ് GPS എന്നാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, നേരെ സ്റ്റാർ. അത് നോക്കി ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരുന്നാൽ മതി. സ്വന്തം ബുദ്ധിയിലും സ്വന്തം വിവേകത്തിൽ നിന്നണ്ട, സ്വന്തം ആലോചന പ്രകാരം പോകണ്ട, വഴി കണ്ടുപിടിക്കണ്ട, ആരോടും ചോദിക്കണ്ട, നക്ഷത്രത്തെ നോക്കി അങ്ങ് യാത്ര ചെയ്താൽ മതി. ഇതുപോലെ തന്നെയാണ് ഇസ്രായേൽ മക്കൾ, മേഘത്തെ നോക്കി അങ്ങ് യാത്ര ചെയ്താൽ മതി. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പിക്ചറിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ഒരു നിമിഷം ഇമാജിൻ ചെയ്യാം, ഇവിടെ മുഴുവൻ, ഈ ലോകം മുഴുവൻ പാമ്പുകളാണ്. മനുഷ്യരെ കടിക്കുക എന്നുള്ളത് പാമ്പിൻ്റെ ജോലി. അതവൻ കൃത്യമായിട്ട് ചെയ്യും. അതവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പല ക്രിസ്ത്യാനികളും ജീവിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അവിടെ കാലി ചവിട്ടിയ പാമ്പ് കടിക്കോ, ഇവിടെ കാലി ചവിട്ടിയ പാമ്പ് കടിക്കോ. പാമ്പ് കടിക്കാതിരിക്കും ഞാൻ എന്തോ ചെയ്യണം? പാമ്പ് കടിക്കാതിരിക്കാൻ എങ്ങും പോകണ്ട, ഇങ്ങനെ കാലും പൊക്കി കസറയിൽ ഇരുന്നാൽ മതി, താഴോട്ട് കാല് വെച്ചാൽ പാമ്പ് കടിക്കുക, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ നമുക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് നമ്മുടെ മുമ്പിലായി ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ, അതായത് ഉയർത്തപ്പെട്ട ക്രിസ്തു, അതായത് മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകും. അപ്പൊ അതിലോട്ട് നോക്കുക. അതിലോട്ട് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ പാമ്പിനെ കുറിച്ചുള്ള വറി നിന്നു. ഇവിടെ പാമ്പ് കടിച്ചാൽ നമ്മളെ ബാധിക്കുന്നില്ല, കാരണം നമ്മുടെ നോട്ടം ക്രിസ്തുവിൽ നിന്ന് മാറുന്നില്ല. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ, ഇതെല്ലാം പാമ്പ് കടിയാണ്. ഓക്കെ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, നമ്മുടെ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, ഇതെല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് പറഞ്ഞാൽ പാമ്പാണ്, പിശാച, പഴയ പാമ്പായ പിശാച അല്ലേ? സാത്താനാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. അപ്പം അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വിഷയങ്ങളുമായിട്ട് കടന്നു വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആ വിഷയത്തിലേക്ക് നോക്കിയിട്ട് അതിനെ എങ്ങനെ സോൾവ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവ് ഓൾറെഡി ഒരു സൊല്യൂഷൻ നമ്മുടെ തൊട്ട് മുമ്പിൽ വെച്ചിരിക്കുവാണ്. അത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. അതുകൊണ്ട് ഇത് ഗ്രഹിച്ചതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. കാരണം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തി, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായ സുവിശേഷം, അത് ക്രൂശിന്റെ വചനം. അതാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രൂശിന്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ നോക്കുക, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നോക്കുക, അതിലേക്ക് നോക്കി ജീവിക്കുന്ന ഒരു ജീവിതം അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ഞാൻ ഈ നേരത്തെ പറഞ്ഞതിനകത്തുണ്ടല്ലോ, അവിടെ വിശ്വാസത്തിൻ്റെ ആരംഭവും അവസാനവുമായിരിക്കുന്ന കർത്താവായ യേശുവിനെ നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പാമ്പ് ഈ ലോകത്തെല്ലാം ഇങ്ങനെ കിടക്കുവാണ്, അത് നമ്മളെ കടിക്കും. പക്ഷെ നമ്മൾ ഈ ക്രൂശയിൽ തന്നെ നോക്കുമ്പം ഇസ്രായേൽ മക്കൾ മേഘത്തെ നോക്കി യാത്ര ചെയ്തതുപോലെ. അപ്പം നമ്മുടെ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മളിവിടെ നിന്ന് പരിശോധിക്കുകയാണ്, എൻ്റെ കാൽവെപ്പ് കറക്റ്റാണോ, എൻ്റെ സ്റ്റെപ്പ് കറക്റ്റാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യാതിരിക്കുന്നത് ശരിയാണോ, ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അവങ്കിലേക്ക് നോക്കി യാത്ര ചെയ്യുക. ഇതെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഇത് മൂവിങ് ടാബർനാക്കിളാണ്. പഴയ നിയമത്തിലെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മൂവിങ് ടാബർനാക്കിൾ. അപ്പം കർത്താവ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക.
നമ്മൾ ഈ മേഘത്തെ നോക്കുന്ന പോലെ ഈ ക്രൂശെ നോക്കി, കർത്താവ് യേശുവിനെ നോക്കി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ എവിടെ ചവിട്ടുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മൾ യേശുവിനെ നോക്കിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള നമ്മുടെ കാൽവെപ്പുകളെക്കുറിച്ച് നമ്മൾ വറീഡല്ല. ഭൂമിയിൽ എവിടെ നമ്മൾ കാല് വെക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വ്യാപരിക്കുന്നത്. നേരെ മറിച്ച് യേശു എങ്ങോട്ട് പോകുന്നു അതിൻ്റെ പുറകെ നമ്മൾ പോവുക. മനസ്സിലാകുന്നുണ്ട്? അപ്പം യേശു ചിലപ്പോൾ കടലിൻ്റെ മീതെ നടന്നാൽ അതിൻ്റെ പുറകെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ കടലല്ല വിഷയം, യേശുവിനെ നോക്കിയുള്ള യാത്രയാണ്. അത് പത്രോസ് അറിയാം. പത്രോസ് യേശുവിനെ നോക്കിക്കൊണ്ട് നടന്നപ്പം തൻ്റെ ഇളകി മറിയുന്ന കടലൊന്നും തനിക്ക് വിഷയമല്ല. പക്ഷെ നേരെ മറിച്ച് കടലിലോട്ട് നോക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? താഴാനായിട്ട് തുടങ്ങി, അല്ലേ? മുങ്ങി താഴാൻ തുടങ്ങി. ഇത് കാണിക്കുന്ന ഒരു സംഭവം എന്താ പറയുക, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ കർത്താവായ യേശുവിനെ മാത്രം നോക്കി നമ്മൾ യാത്ര ചെയ്താൽ, നമ്മൾ എവിടെ ചവിട്ടുന്നു, കടലിൻ്റെ മീതെയാണോ തീക്കകത്തോടെ കടന്നു പോയാൽ അത് എന്നെ എന്തോ വെന്തു പോകത്തില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട്. പെരുവെള്ളങ്ങൾക്ക് എന്നെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല. എന്തു കാരണം? കാരണം ഭൂമിയിലെ പ്രതലമല്ല, നമ്മുടെ ഭൂമിയിലെ വിഷയങ്ങളല്ല, അവസ്ഥകളല്ല, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ. നമ്മുടെ യാത്ര ക്രൂശിയെ നോക്കിക്കൊണ്ടാണ്, കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ടാണ്. നമ്മുടെ ജീവിതം നമ്മൾ എന്നും ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകളെക്കുറിച്ചും കാൽവെപ്പുകളെക്കുറിച്ചും ചവിട്ടുന്ന ഇടത്തെക്കുറിച്ചും നമ്മൾ വിഷയങ്ങളെക്കുറിച്ചും അത് ശരിയായിട്ടാണോ എടുത്തത്, ഇത് ശരിയല്ലേ, അത് തെറ്റാണോ, ഇത് തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ട് നാനാ ചിന്തകളാൽ നമ്മൾ അത് പണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഈ മർമ്മ ചികിത്സക്കാരൻ്റെ വീട്ടിലെ പശു വാഴയില തിന്നുകൊണ്ടിരുന്ന സമയത്ത് ഭാര്യ സഹോദരി അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, മനുഷ്യ ഒരു വടിയെടുത്ത് ആ പശുവിനെ അടിച്ച് ഓടിക്കാൻ പറഞ്ഞു. പുള്ളി ആ വടിയെടുത്തോണ്ട് പശുവിൻ്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുക. അതായത് ഉണ്ടല്ലോ, അത് എങ്ങനെയാ അടിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പുള്ളിക്കാർ പെട്ടെന്ന്, നിങ്ങൾ എന്തോ കാണിക്കണം, ആ വാഴയില മുഴുവൻ തിന്നല്ലോ എന്ന് ഞാൻ വടി വാങ്ങിച്ച് ഒറ്റ അടി കൊടുത്ത് പശു ഓടി അപ്പുറത്തോട്ട് മാറിപ്പോയി. അപ്പം പുള്ളിക്കാരൻ ചോദിക്കുവാണ്, നീ എങ്ങനെ കൃത്യമായി ആ രണ്ട് മർമ്മങ്ങൾക്കിടയിൽ നീ എങ്ങനെ അടിച്ചു? പുള്ളിക്കാരിക്ക് മർമ്മത്തെക്കുറിച്ചും ബോധമില്ല, പുള്ളിക്കാരി അതിനെക്കുറിച്ചും ചിന്തയില്ല. അതായത് ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ, അത് ശരിയാണോ, ഇത് ശരിയാണോ, അത് ചെയ്തത് ശരിയാണോ, ഇത് ആ കാൽവെപ്പാണോ, നമ്മുടെ ജീവിതം സൂക്ഷ്മതയോടെ ജീവിക്കണം, ഇങ്ങനെ നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ നോട്ടം മുഴുവൻ എവിടേക്കാണ്? അപ്പം നമ്മളിലേക്ക് തന്നെയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയാണ്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ പ്രവൃത്തിയിലേക്ക്, നമ്മളിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ബൈബിളിനകത്ത് പറയുന്നില്ല നമ്മളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുന്നില്ല. ദൈവവചനം പറയുന്ന സങ്കീർത്തനം 34 അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ലൈഫ് മുഴുവനും നമ്മളിലേക്ക് തന്നെ നോക്കി ജീവിക്കുന്നവരാണ് നമ്മൾ. അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ, അതും സെൽഫാണ്. അതായത് ഡിനൈ യുവർ സെൽഫ്, അതായത് നമ്മുടെ സെൽഫിനെ ഡിനൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണവും ദോഷവും ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതെല്ലാം കൂടെ എടുത്ത് മാറ്റുക എന്നുള്ളത്. നമ്മളിലേക്ക് നോക്കുക അല്ലിപ്പം ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്നറിയാമോ? ഒരു വഴി മനുഷ്യന് ചൊവ്വെന്ന് തോന്നുന്നു, അതിൻ്റെ അവസാനമോ നാശവഴികൾ അത്രയെന്ന് ബൈബിൾ പറയുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ വഴി തികവുള്ളതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്രഹാമും ലോത്തും ഇറങ്ങി തിരിച്ചു. ലോത്ത് നോക്കിയപ്പോൾ ഈ സൊദോമും ഗൊമോറയും വളരെ നീരുള്ളതും വളരെ ഫലഭൂയിഷ്ടവുമായ ഭൂമിയായിട്ടാണ് കണ്ടത്, അല്ലേ? അപ്പം തൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു വഴി മനുഷ്യന് നല്ലതെന്ന് തോന്നുന്നു, അതാ ലോത്ത് തിരഞ്ഞെടുത്തത്. പക്ഷെ അബ്രഹാം എന്ന് പറയാമോ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടുള്ളതുമായ നഗരത്തിനായി നോക്കി പാർത്തു എന്ന് പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലേക്ക് നോക്കി, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ട് എന്താ അറിയാമോ, താൻ എവിടെയാണെന്നോ, ഇരിക്കുന്ന ഇടം എന്തോ ആണെന്നോ, ഏത് സ്ഥലമാണ് തനിക്ക് കിട്ടുന്നതെന്നോ, ഏത് പൊസിഷനാണ് തനിക്ക് കിട്ടുന്നതെന്നുള്ള തൻ്റെ വിഷയമേ അല്ലായിരുന്നു. കാരണം താൻ നോക്കുന്നത് ദൈവത്തിങ്കിലേക്കാണ്. അതുകൊണ്ട് എന്തോ പറ്റിയെന്നറിയാമോ, സൊദോമും ഗൊമോറയും ഒരു സാധനം പോലും ഉണ്ടാകാത്ത ഗന്ധകം നിറഞ്ഞതായിരിക്കുന്ന ഒരു ഇടമായിട്ട് മാറുകയും അബ്രഹാം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളെല്ലാം ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് മാറുകയും ചെയ്തു. അത് ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്നറിയാമോ, നമ്മൾ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെ ചെയ്യരുത്. കർത്താവിങ്കൽ നിന്ന് മുഖം മാറ്റരുത് എന്നുള്ളതിന് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 34:5 നമ്മൾ വായിച്ച, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3 പറയുന്നുണ്ട്,
സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കൽ ഏകാഗ്ര ചിത്തം എന്നുള്ള ദൈവത്തിൽ ഫിക്സ് ചെയ്ത മൈൻഡാണ്. അപ്പം ഞാനിവിടെ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുക. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്: ഈ ഭൂമിയിലേക്കും നമ്മളിലേക്കും വിഷയങ്ങളിലേക്കുമുള്ള നോട്ടം കംപ്ലീറ്റ് ആയിട്ട് പിൻവലിച്ചിട്ട്. കാരണം ഈ പാമ്പിൽ നിന്നുള്ള രക്ഷ നമുക്ക്, ഈ പാമ്പൊന്നും മാറാൻ പോകുന്നില്ല, അതവിടെ തന്നെയാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ് ബൈബിൾ പറഞ്ഞത്. അതവിടെ കിടപ്പുണ്ട്. അത് ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ് നടക്കുന്നത് വരെ ആ ഭൂമിയിൽ അത് കാണും. അപ്പം അതുള്ളപ്പോൾ തന്നെ അതിൻ്റെ നടുവിൽ ഒത്ത നടുക്കായിട്ട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. എന്നിട്ട് പറയുവാണ്, ഈ ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്, ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ? കർത്താവിലുള്ള വിശ്വാസം. കർത്താവിലുള്ള വിശ്വാസം അത്രേ. അതാണ് പറഞ്ഞിരിക്കുന്നത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ച് പോകുകയില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. അപ്പം കർത്താവ് യേശുവിൽ നിന്ന് നോട്ടം പിൻവലിക്കാതെ ഇരിക്കുക. പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അത് രോഗമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, പ്രതികൂലങ്ങളായിക്കോട്ടെ, വിഷയങ്ങളായിക്കോട്ടെ, ആൾക്കാരുടെ അറ്റാക്ക് ആയിക്കോട്ടെ, നോ മാറ്റർ വാട്ട് എവർ കംസ് അക്രോസ് യുവർ ലൈഫ്, നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നോ, അതിൻ്റെയൊക്കെ നടുവിൽ അതിലേക്കുള്ള നോട്ടം പിൻവലിക്കുക. നമുക്ക് പിശാച് ഈ വിഷയങ്ങളെ ഇളക്കി മറിക്കുന്നതിൻ്റെ പുറകിലുള്ള റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നോട്ടം അതിൽ ഉറച്ചിരിക്കണം, വിഷയത്തിൽ ഉറച്ചിരിക്കണം. എന്നിട്ട് അതിൻ്റെ ചുറ്റും കടന്ന് ഇങ്ങനെ കറങ്ങണം. അതായത് ഇസ്രായേൽ മക്കൾ, ഞാൻ അതും കൂടെ പെട്ടെന്നൊന്ന് വേഗത്തിൽ പറയാം. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്ക് പോകാനായിട്ട് ചുമ്മാ നടന്നങ്ങ് പോയാൽ മതി, അത്രയും ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവരുണ്ടല്ലോ അവിടെ ചെന്നിട്ട് ആ വിഷയം അതിങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യുന്നറിയാം, ഒരു പർവ്വതം ചുറ്റി. എത്ര കൊല്ലം ചുറ്റിയെന്നറിയാം? 40 വർഷം ചുറ്റി. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് അനേക വിടുതലുകൾ താമസിക്കുവാനുള്ള കാരണം നമ്മൾ ഇതുപോലെ വിഷയത്തിലേക്ക് നോക്കി ചുറ്റുന്നത് കൊണ്ടാണ്. വിഷയത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അതായത് ഡെയിലി നമ്മൾ എന്തോ കാണുന്നത്? വിഷയം കാണുക. രോഗമായിക്കോട്ടെ, പ്രതികൂലമായിക്കോട്ടെ, പ്രയാസമായിക്കോട്ടെ, നമ്മളെ ഭാരപ്പെടുത്തുന്ന സംഭവങ്ങളായിക്കോട്ടെ, നമ്മുടെ തലമുറയായിക്കോട്ടെ, നമ്മുടെ ഫൈനാൻസസ് ആയിക്കോട്ടെ, നമ്മുടെ ജീവിതമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളായിക്കോട്ടെ, കുഴപ്പങ്ങളായിക്കോട്ടെ, കുറ്റങ്ങളായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മൾ അതിലിങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേനും അവിടെ വന്നിച്ച് പറയുക, ഈ പർവ്വതം ചുറ്റിയത് മതി, ലെറ്റസ് പോയി ആ ദേശം അവകാശമാക്കുക. കർത്താവിങ്കലേക്ക് നോക്കി മുന്നോട്ട് യാത്ര ചെയ്യുക. ടേക്ക് യുവർ ഐസ് ഓഫ് ദ പ്രോബ്ലംസ് ആൻഡ് ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ് എലോൺ. നമ്മുടെ വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ മാറ്റുക, വിഷയങ്ങളിൽ നിന്ന് കണ്ണുകളെ മറിക്കുക. വിഷയങ്ങളിൽ നിന്ന് ഈ പിശാചിൻ്റെ തന്ത്രം എന്നാ അറിയാം, നമ്മൾ വിഷയങ്ങളിലേക്ക് നോക്കുന്ന സ്വഭാവം നമുക്കുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവൻ വിഷയങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇളക്കി വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ കണ്ണ് ഒരിക്കലും ഇവിടുന്ന് മാറത്തില്ല. ഒന്നിനു പോലെ അപ്പോഴും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഒരെണ്ണം കൊണ്ട് മാറിയല്ലേ ഉള്ളൂ അടുത്ത വിഷയം വന്നിരിക്കുന്നു, അടുത്ത വിഷയം അടുത്തത് വന്നു, ഇങ്ങനെ ഒന്നിനു പുറകെ ഓരോന്നായിട്ട് വിഷയം വന്നുകൊണ്ടിരിക്കുക. കാരണം എന്തുവാ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് നോക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട്. നമ്മൾ അതിലേക്ക് നോക്കുന്നേ ഇല്ലെങ്കിലുണ്ടല്ലോ, അതായത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് ഈ ടെമ്പർ ടാൻഡ്രമൊക്കെ കാണിക്കും. അപ്പം നമ്മൾ കുഞ്ഞെ കരയില്ലേടാന്ന് പറയുമ്പോഴത്തേനും അതങ്ങോട്ട് കൂടി വരിക ചെയ്യുന്നത്. നേരെ പറഞ്ഞാൽ എന്നേലും കാണിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അവൻ്റെ പണിക്ക് പോയി വേറെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. കാരണം നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നത് കൊണ്ടാണ് അവനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കി വിടുന്നത്. നമ്മൾ ക്രിസ്തുവിലേക്കുള്ള നോട്ടം മാറ്റുന്നില്ലെങ്കിലുണ്ടല്ലോ, അവൻ പുറകെ കിടന്ന് ഇഷ്ടംപോലെ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ നോട്ടം ക്രിസ്തുവിൽ ഫിക്സ് ചെയ്തിരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അവൻ കുറേ കഴിയുമ്പോൾ പറയും, വെറുതെ മെനക്കെടുക ഇവിടെ കിടന്ന്, വേറെ ആരെങ്കിലും കാണോ? ഇഷ്ടംപോലെ ഭൂമിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വിഷയങ്ങൾ വരുമ്പോൾ കിടന്ന് ആടുന്നത്, അവരുടെ പുറകെ പോകും. പിശാച് സർവ്വവ്യാപി അല്ല, അവൻ എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. അവൻ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ ഭൂമിയിൽ നോക്കിക്കൊണ്ടിരിക്കുക, ആരെ
വഞ്ചിക്കേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവനിങ്ങനെ അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. വിഴുങ്ങാൻ പറ്റുന്ന ജീവിതങ്ങളെ കണ്ടാൽ മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ, അവരുടെ അടുക്കോട്ട് പോകത്തുള്ളൂ. ഇത് കർത്താവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴത്തേനുണ്ടല്ലോ, ഇവൻ്റെ അടുത്ത് കടന്ന് വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വിഷയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ ജീവിതങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അവൻ്റെ അടുക്കിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോകും ചെയ്യുന്നത്. ഇടയ്ക്ക് പിന്നെയും വന്ന് ട്രൈ ചെയ്ത് നോക്കും, കാരണം നമ്മുടെ നോട്ടം കർത്താവിൽ നിന്ന് മാറ്റിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. കാരണം നോക്കിയാൽ അവന് കടിക്കാൻ പറ്റും. നോക്കിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം എത്ര കടിച്ചാലും ഒരു പ്രയോജനവുമില്ല. ആ പിക്ചർ മനസ്സിൽ നിന്ന് മാറരുത്. അത് ആ ഒരു ഇമാജിനേഷൻ എപ്പോഴും കാണുക. ഭൂമിയിൽ ഈ പാമ്പുകൾ ഇങ്ങനെ കടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഞാൻ എൻ്റെ കണ്ണ് കർത്താവിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നിടത്ത കാലം എത്ര പാമ്പ്, ഭൂമിയിലുള്ള സകല പാമ്പും വന്ന് കടിച്ചാലും എനിക്കൊരു ദോഷവും വരുത്തത്തില്ല. അതാണ് സഭാപ്രസംഗിയിൽ പറയുന്നത്. പാമ്പ് കടി ഏറ്റിട്ട് ഈ പാമ്പാട്ടിയെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നില്ല. അതിന് മുമ്പേ ഇമ്മ്യൂണിറ്റിയാണ്. ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എത്ര പാമ്പ് വന്ന് കടിച്ചോട്ടെ, പക്ഷേ ഇനി പാമ്പ് കടിച്ച ശേഷം നോക്കിയാലും, ഇവിടെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പാമ്പ് കടി ഏറ്റിട്ട് നോക്കിയാലും നമുക്ക് വിടുതല, നമ്മൾ മരിച്ചു പോകത്തില്ല. അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതരായി, അവിടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ദൈവം തന്ന ആലോചന ഇതാണ്. നമുക്ക് ഈ വചനം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അനേക വിഷയങ്ങൾക്ക് വിടുതലും സൗഖ്യവുമായിട്ട് തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവ് വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ്, വചനം അയച്ച് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ വചനത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് കർത്താവായ യേശുവിൽ നിന്ന് ഒരിക്കലും മാറ്റാതെ, അതായത് ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമ്മളും ആ ഒരു ഉറപ്പ്, അതായത് എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാൻ ആരെ ഭയപ്പെടും, യഹോവയെ ദൈവം എനിക്ക് താങ്ങും തണലുമാകുന്നു. 91-ാം സങ്കീർത്തനം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നതിന് യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന പാറയും എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കണ്ണ് അവനിൽ പതിപ്പിച്ചിരിക്കുവാണ്. അപ്പം പിന്നെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, ഒരു ബാധയും കൂടാരത്തിന് അടുക്കത്തില്ല, ഒരു ദോഷവും തട്ടാവണ്ണം എന്നെ പരിപാലിക്കും. ദൈവത്തിൻ്റെ കരുതലും കാവലും നമ്മൾ കാണാനായിട്ട് തുടങ്ങും. എന്തോ കാരണം നമ്മൾ അർപ്പിച്ചിരിക്കുന്നത് കർത്താവില്ല. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ചു കൊടുക്കുക. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിനും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായിട്ട് തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനമയച്ച് വിടുവിക്കുന്ന ദൈവമേ, അങ്ങയുടെ മുഖത്തേക്ക് വിശ്വാസത്തോടെ നോക്കുന്നു. അങ്ങയുടെ മുഖത്തു നിന്നും ഞങ്ങളുടെ കണ്ണുകളെ മാറ്റുവാൻ ഇടവരാതെ കർത്താവെ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് കർത്താവെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഞങ്ങളുടെ കണ്ണുകളും കർത്താവെ ആ കർത്താവിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ച് ഞങ്ങളെയും ചതിക്കുഴിയിൽ ചെന്ന് പെട്ടുപോകാൻ ഇടവരാതെ വണ്ണം കർത്താവിങ്കിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ജീവിക്കുവാൻ, കർത്താവിൽ നിന്ന് നോട്ടം പിൻവലിക്കാതെ എപ്പോഴും കർത്താവെ അവൻ എന്തൊക്കെ മേളം എത്രയൊക്കെ കാണിച്ചാലും അതിലേക്കൊന്നും നമ്മുടെ ദൃഷ്ടി പോകാതെ കർത്താവിങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് വിശ്വാസത്താൽ യാത്ര ചെയ്യുവാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ശക്തിയും ബലവും വിവേകവും ജ്ഞാനവും പകർന്നു തന്ന് അനുദിനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിശയവുമായി നടത്തുമാറാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിനായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനും വിടുതലിനും അനുഗ്രഹത്തിനും സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.